Hi friends, once again welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG10 ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അത് കാണൂ കേട്ടോ. Okay, so we move on to this section, block 3, unit 1. Question number 1. What, according to you, is Bankim's unique contribution to the literary map? ബാങ്കിമിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ലിറ്ററേച്ചറിലേക്കുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം നൽകാനാണ് പറയുന്നത്. Bankim Chandra Chatterjee's unique contribution to the literary map is multifaceted. He was a pioneer in writing realist narratives that explored the complexities of middle-class life, moral conflicts, and the human condition. His novels such as Durgesh Nandini, Bishapbriksha, and Indira delved into themes of desire, passion, and the struggles of women in a patriarchal society. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ലിറ്റററി വർക്ക്സ് അത് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്, അതേപോലെ തന്നെ കൂടുതലായിട്ടും ഇദ്ദേഹം മിഡിൽ ക്ലാസ് ലൈഫിനെയും അവിടുത്തെ കോംപ്ലക്സിറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ മോറൽ കോൺഫ്ലിക്റ്റും ഹ്യൂമൻ കണ്ടീഷൻ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സ് ചെയ്തിരുന്നത്. എടുത്ത് പറയാനായിട്ട് 2-3 നോവൽസാണ്. ഒന്ന് ദുർഗേഷ് നന്ദിനി, പിന്നെ ബിഷപ്രിക്ഷ, ഇന്ദിര. ഇതൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തീംസ് എന്ന് പറയുന്നത് ഡിസയർ, പാഷൻ, സ്ട്രഗിൾസ് ഓഫ് വിമൺ ഇതൊക്കെയായിരുന്നു. വെച്ചാൽ അന്ന് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ വിമണൊക്കെ കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ നോവൽസ് എഴുതിയിട്ടുള്ളത്. Bankim's writing style was distinct and he played a crucial role in standardizing Bengali prose. He striped away verbosity, making it more accessible to a wider audience. His magazine, Bangadarshan, published various genres aiming to educate and culturally revive the people. ബങ്കിങ്ങിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അത് വളരെയധികം വ്യത്യസ്ത രീതിയിലായിരുന്നു. അദ്ദേഹം കൂടുതൽ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത്. അതിൽ കൂടുതൽ വെർബസിറ്റി ഒക്കെ അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാഗസിൻ ബംഗദർശൻ അത് പല വിഭാഗങ്ങളായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കുക, അവർക്ക് ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത്. One of Bankim's most significant contributions was his role in shaping the Bengali novel. He experimented with historian fiction as seen in Raisimha and political fiction as an Anandamath. The latter novel, based on the Sannyasi rebellion, showcased his nationalist sentiments and introduced the iconic song Vande Mataram, which later became a rallying cry for India's freedom struggle. ബംഗാളി നോവലിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താനും അതിൻ്റെ ലിറ്ററേച്ചറിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ രാജസിംഹ, ആനന്ദ്മാത്, സന്യാസി റെബല്യൻ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന വർക്കുകളാണ്. രാജസിംഹ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ഫിക്ഷനാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം ആനന്ദമാത അതൊരു പൊളിറ്റിക്കൽ ഫിക്ഷൻ ആയിരുന്നു. സന്യാസി റെബല്യനിൽ കൂടെ അദ്ദേഹത്തിൻ്റെ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വന്ദേമാതരം എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമാണ്, ഐതിഹിക ഗാനമാണത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അത് അവതരിപ്പിക്കുന്നതിൽ കൂടെ അദ്ദേഹത്തിൻ്റെ നാഷനോടുള്ള ഒരു സ്നേഹമാണ് അവിടെ പ്രതീകമായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ക്രൈ ഫോർ ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. Bankim's impact on Indian literature extends beyond his own works. He inspired a generation of writers influencing the structure and direction of Bengali novel. His legacy can be seen in the works of writers like Nagendranath Gupta, Taraknath Gunguli,
Ganguly and Swarna Kumari Devi, who explored different themes and styles. ബങ്കിങ്ങിൻ്റെ റൈറ്റിങ്സിനേക്കാളും കൂടുതലായിട്ടും അദ്ദേഹം ശരിക്കും പറഞ്ഞ ഇന്ത്യ ലിറ്ററേച്ചറിലേക്ക് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ധാരാളം അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു ജനറേഷൻ ഓഫ് വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ തുടങ്ങി, അദ്ദേഹം വഴി ഇൻഫ്ലുവൻസ്ഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി റൈറ്റേഴ്സും എന്താ പറയുക, റൈറ്റേഴ്സ് തന്നെ അവരുടെ സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് നാഗേന്ദ്രനാഥ് ഗുപ്ത, തരംഗ്നാഥ് ഗാംഗുലി, പിന്നെ സ്വർണകുമാരി ദേവി. ഇവരൊക്കെ തന്നെ ഇവരുടെ റൈറ്റിങ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമുക്ക് ബങ്കിമിനെ കുറിച്ചിട്ട് ഈ ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Bankim is read by historians as largely a nationalist. What do you understand by nationalism? ചരിത്രകാരന്മാർ ബങ്കിമിനെ ഒരു നാഷണലിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ നാഷണലിസം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ദേശീയത എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? Nationalism in the context of Bankim Chandra Chatterjee's life and works refers to sentiments and ideology that emphasizes the importance of national identity, unity and independence. For Bankim, nationalism was closely tied to his sense of patriotism and his desire to see India free from British rule. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത് 3 വാക്കുകളിൽ ഉൾപ്പെടുന്നതാണ്. ഒന്ന് നാഷണൽ ഐഡൻറ്റിറ്റി, യൂണിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അദ്ദേഹം അതിനായിരുന്നു കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നാഷണലിസം എന്ന് പറയുന്നത് കൂടുതലായിട്ടും പാട്രിയോട്ടിസം, ടൈഡ് ടു ഹിസ് സെൻസ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ഡിസയർ ടു സീ ഇന്ത്യ ഫ്രീ ഫ്രം, അദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷ് റൂളിൽ നിന്നും അദ്ദേഹത്തിന് ഒന്ന് ഫ്രീ ആവണം, ബ്രിട്ടീഷ് റൂളിൽ നിന്നും ഫ്രീ ആയിട്ടൊരു ഫ്രീഡം ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ടായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. In his early years, Bankim was influenced by Western enlightenment and ideas and rationalism. He wrote essays like Bangadeshwar Krishak and Samya, which critiqued social inequality and advocated for progressive ideas like widow remarriage. However, over time, Bankim's view shifted and he became more focused on Hindu nationalism. വെസ്റ്റേൺ കൾച്ചറിനെയും വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ബങ്കിം. അത് നമ്മുടെ ഇന്ത്യക്ക് പ്രോഗ്രസ് നൽകും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു ഐഡിയാസും ഒക്കെ ഇൻപുട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയിരുന്ന മറ്റു ചില വർക്കുകളാണ് ബംഗദേശ് കൃഷകും സമയും. ഇതിൽ സോഷ്യൽ ഇനിക്വാലിറ്റിനെയും കുറിച്ചിട്ടും അതുപോലെ തന്നെ വിഡോ റീമാരേജിനെ അദ്ദേഹം എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ ഇനിക്വാലിറ്റിനെ ക്രിട്ടിക് ചെയ്തിട്ട് അതുപോലെ വിഡോ റീമാരേജിനെ അദ്ദേഹം പ്രോഗ്രസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യമൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിരുന്നെങ്കിലും അതിനൊക്കെ ഉപരിയായിട്ട് പിന്നീട് അദ്ദേഹം നാഷണലിസത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. Bankim's understanding of nationalism was complex and multifaceted. On one hand, he saw nationalism as a means to unite Indians against colonial rule and promote a sense of national pride. On the other hand, he often equated nationalism with Hinduism, which led to controversy and criticism. ബങ്കിങ്ങിൻ്റെ നാഷണലിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് കൺഫ്യൂഷൻ നൽകുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹം നാഷണലിസം എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കൊളോണിയൽ റൂളിന് എതിരെയായിട്ട് ഒന്നായിട്ട് ഇന്ത്യക്കാർ പ്രവർത്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ണസ് ഫീൽ ചെയ്യും, ഒരു ദേശീയത അവിടെ ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം ഒരു സൈഡിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതേസമയം മറ്റൊരു സൈഡിൽ നാഷണലിസത്തെ ഹിന്ദുയിസമായിട്ട് അദ്ദേഹം സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇത് ഈ ഒരു മൾട്ടിഫേസ്റ്റഡ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിറ്റി ഒക്കെ ഇവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. Tanika Sarkar notes that Bankim's later writings were marked by a shift from liberal concerns to more authoritative
sectarian and intolerant voice which emphasized the importance of Hindu identity and the need for Hindus to assert themselves against Muslims. This shift has been seen as problematic as it blurs the lines between Hindu and Indian nationalism. തനിക്ക് സർക്കാർ ഇവിടെ നോട്ട് ചെയ്യുന്നത് ബങ്കിമിൻ്റെ പിന്നീടുള്ള റൈറ്റിങ്സുകളൊക്കെ തന്നെ ഒരു സ്വേച്ഛാധിപത്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻടോളറൻറ്റ് വോയിസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഹിന്ദു സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ മുസ്ലിമുകൾക്കെതിരെ ഹിന്ദുക്കൾ വോയിസ് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ കുറിച്ചിട്ടാണ് ഇവിടെ ഇതിൽ കൂടെ ബങ്കിമിൻ്റെ ഒരു വോയിസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് താനിക സർക്കാർ കാണുന്നത്. Despite these complexities, Bangim's contribution to Indian nationalism remains significant. He was a product of the English-educated middle class, which played a crucial role in shaping Indian literature and nationalist thought in the 19th century. Through his writings, Bangim helped to create a sense of national identity and to promote the idea of Indian independence. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ബങ്കിമിൻ്റെ ഇന്ത്യൻ നാഷണാലിസത്തിനോടുള്ള ആ ഒരു ലിറ്റററി വർക്ക്സ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു കൂറൊന്നും കുറയുന്നില്ല. അദ്ദേഹം അതിനു വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റ് ആയിട്ടായിരുന്നു ബങ്കിം അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 19ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിനും നാഷണൽ തോട്ടിനൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൂടെ അദ്ദേഹം ഒരു നാഷണൽ ഐഡൻറ്റിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ബങ്കിം. However, Bangim's nationalism was also marked by contradictions. He was critical of certain aspects of Hindu society, such as child marriage and polygamy, yet he also defended traditional practices and was skeptical and reformist movements. His views on nationalism were shaped by his experiences as a member of the Bengali middle class, and his writings reflect the tensions and complexities of the social context. ഒരു ബംഗാളി മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ബങ്കിം. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും അദ്ദേഹത്തിന് നാഷണലിസത്തിനോടൊക്കെ വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സൂപ്പർസ്റ്റിഷൻസിനെയും അതുപോലെ കുറേ ഓർത്തഡോക്സ് ചിന്തകളെയൊക്കെ നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ തുടച്ചു നീക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയും കൂടിയാണ് ബങ്കിം. In conclusion, nationalism as understood by Bankim Chandra Chatterjee was a complex and multifaceted ideology that encompassed both liberal and conservative elements. While his contribution to Indian nationalism is undeniable, his equation of nationalism with Hinduism has been a subject of debate and controversy. ബങ്കിമിൻ്റെ നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഒത്തിരി കോംപ്ലക്സും അതുപോലെ കൺഫ്യൂഷൻസ് നൽകുന്ന ഒരു ചിന്താഗതിയാണ് നാഷണലിസത്തെ കുറിച്ചിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി എക്സ്പ്രസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നാഷണലിസത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോടുള്ള കോൺട്രിബ്യൂഷൻസ് ധാരാളമാണ്. അതേസമയം അദ്ദേഹം ഹിന്ദുയിസത്തെയും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിമിലാരിറ്റീസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതെൻ്റെ ഇക്വേഷൻ ഓഫ് നാഷണലിസം വിത്ത് ഹിന്ദുയിസം, ഓക്കെ, നാഷണലിസം വിത്ത് ഹിന്ദുയിസമാണ്. ഓക്കെ, അത് ഒരു കോൺട്രവേഴ്സിക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഡിബേറ്റ്സ് ഇതിന് എതിരെയായിട്ട് ഉയരുന്നുണ്ട്. Question number 3. What were Bangim's view on the reformist movements of his time? ബങ്കിമിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് റീഫോമിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാമായിരുന്നു? So we continue with the answer. Bankim Chandra Chatterjee had complex and nuanced views on the reformist movements of his time. As a member of the Bengali middle class, he was exposed to various social and intellectual currents that shaped his thoughts on reform.
ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. കുറേ സോഷ്യലി ആയിട്ടും അതുപോലെ എക്കണോമിക്കലി മൊത്തത്തിൽ അദ്ദേഹത്തിന് കുറേ അധികം എക്സ്പീരിയൻസസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ റീഫോം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. In his early years, Bankim wrote essays like Bangladeshwar Krishak and Samya, which critiqued social inequality and advocated for progressive ideas like widow remarriage. He was critical of the permanent settlement and the exploitation of peasants, and he argued that modernization and technology were not enough to achieve progress if the real producers, that is, the peasants, did not benefit from it. ബങ്കിമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് വർക്കുകളാണ് ബംഗ്ലാദേശ് കൃഷക്കും സമയയും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു ക്രിട്ടിക് ബേസ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വിമർശിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അന്നത്തെ നിലനിന്നുണ്ടായിരുന്ന സോഷ്യൽ ഇനിക്വാലിറ്റിക്ക് എതിരെയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് വിഡോ റീമാരേജിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. വിഡോ റീമാരേജ് വേണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. വിഡോ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ സതി സിസ്റ്റമായിരുന്നു നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൂടെ കാണുന്നതാണ്. അതുപോലെ തന്നെ പെസൻസിന്, കർഷകർക്ക് കൂടുതലായിട്ടും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അവരാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഈ സൊസൈറ്റീനെ മോഡേണൈസ് ചെയ്യാനും ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനായിട്ട് പെസൻസിൻ്റെ ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെയുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ വ്യർത്ഥമാണ് ഈ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Similarly, Bankim was critical of polygamy, but he did not support the movement to abolish it. He believed that the reprehensible practice would eventually die out on its own. Bankim's views on reform were often shaped by his skepticism of the effectiveness of legal measures in bringing about social change. ബങ്കിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അദ്ദേഹം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു വിശ്വാസമായിരുന്നു. സോഷ്യൽ റീഫോമിന് വേണ്ടി വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസക്കുറവാണ്. സോഷ്യൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഇപ്പോൾ പറയുമ്പോൾ അദ്ദേഹം പോളിഗമിക്കൊക്കെ എതിരെയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഡിഡ് നോട്ട് സപ്പോർട്ട് ദ മൂവ്മെൻറ്റ് ടു അബോളിഷ് ഇറ്റ്. പക്ഷെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനോട് അബോളിഷ് ചെയ്യാനായിട്ടൊന്നും ഇദ്ദേഹം അതിനോടൊന്നും സപ്പോർട്ടല്ലായിരുന്നു. Bankim's relationship with the Brahmo Samaj, a reformist Hindu movement, was also complex. While he shared some of the movement's concerns about social inequality and need for reform, he remained distant from the movement. In fact, Tanika Sarkar notes that Bankim's later writings show a marked shift away from liberal concerns and towards a more authoritarian and intolerant voice, which emphasized the importance of Hindu identity. ബങ്കിമിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അതൊരു സോഷ്യൽ റിഫോമിസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യലി റിഫോം ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊക്കെ ഇദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനു വേണ്ടി ബ്രഹ്മസമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ബങ്കിം. ഇതുകൊണ്ട് തന്നെയാണ് തനിക സർക്കാർ എപ്പോഴും ബങ്കിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ആശങ്കയായിരുന്നു നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ഒരു എല്ലാത്തിൽ നിന്നൊരു വിട്ടുമാറി നിൽക്കുന്ന ഒരു ടൈപ്പായിട്ടാണ് പലപ്പോഴും തനിക സർക്കാർ ഇദ്ദേഹത്തിന് വിവരിച്ചിരിക്കുന്നത്. അതേസമയം ഇദ്ദേഹം സോഷ്യൽ റിഫോമിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിരുന്നതും. Bankim's critique of reformist movements was not limited to specific issues like widow remarriage or polygamy. He also questioned the approach of reformers like Ram Mohan Roy and Vidyasagar, who sought to justify reform by referring ancient texts. Bankim believed that the scriptures were not the supreme authorities that they were often made out to be.
ഇവിടെ ഭംഗിയും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിഡോ റീമാരേജിനെയോ അല്ലെങ്കിൽ പോളിഗമീനോ അതൊക്കെ അദ്ദേഹം ഓക്കെയാണ്, അതൊക്കെ മാറണം എന്ന് അദ്ദേഹത്തിനും ചിന്തയുണ്ടായിരുന്നു. വിഡോ റീമാരേജോ പോളിഗമിയോ ഒന്നും തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവരുത്, എല്ലാത്തിനും ഒരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതേസമയം അദ്ദേഹം പ്രസ്ഥാനത്തിനെ ക്രിട്ടിസൈസാണ് ചെയ്തിരുന്നത്. അദ്ദേഹം റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്സിനെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. പ്രത്യേകിച്ചും അദ്ദേഹം രാജാറാം മോഹൻ റോയിയെയും വിദ്യാസാഗറിനെയും അവരൊക്കെ ഏൻഷ്യൻ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചു കൊണ്ടൊക്കെയായിരുന്നു അവരുടെ വിവരണങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഇദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം Bankim believed that the scriptures were not the supreme authorities that they were often made to be. കണ്ടോ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. In conclusion, Bankim Chandra Chatterjee's view on reformist movements were complex and multifaceted. While he shared some of the concerns of reformers like Vidyasagar and Rajaram Mohan Roy, he was skeptical of their approaches and often critical of their methods. Bankim's own approach to reform was shaped by his nuanced understanding of social change and his emphasis on gradual internally driven transformation. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ബങ്കിമിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ റിഫോമിനോടൊന്നും ഒരു പ്രസ്ഥാനത്തിനോട് അദ്ദേഹം ഒരു കൂറ് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. രാജാറാം മോഹൻ റോയും വിദ്യാസാഗറിനെയൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതും. Despite his critics of reformist movements, Bankim was not opposed to change. In fact, he advocated for women's education and criticized the patriarchal fabric of society. However, his approach to reform was often more cautious and gradualist, emphasizing the need for social change to come from within rather than through external intervention. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ടോട്ടൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, ബങ്കിം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരു വളരെയധികം വ്യത്യസ്തതയുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹം സോഷ്യൽ റിഫോമിന് വേണ്ടി വർക്ക് ചെയ്തൊരു വ്യക്തി തന്നെയാണ്. ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹം വിമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുരുഷ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനൊക്കെ മാറ്റം വരുത്താനും വിമണ്ണും കൂടി സിമിലർ പ്രയോറിറ്റി നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി തന്നെയാണ് ബങ്കിം. അതേസമയം ഇദ്ദേഹം പറയുന്നത് ഈ വരുന്ന മാറ്റങ്ങളൊന്നും ഇങ്ങനെ പുറമെ കാണിക്കേണ്ട മാറ്റങ്ങളല്ല, പക്ഷെ അത് ഉള്ളിൽ നിന്നും വരേണ്ട മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രസ്ഥാനങ്ങളൊക്കെ എതിർത്തത് പോലും. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഐ ഹോപ്പ് ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇത്ര തന്നെയാണല്ലോ ഇപ്പോൾ ഈ കൺക്ലൂഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൊച്ചു കൊച്ചു പാരഗ്രാഫുകളാക്കി മാറ്റിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സപ്പോസ് ടു സേ. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. കൺക്ലൂഡ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒന്നും കൂടി പറയുകയാണ്, ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ. Okay, so thank you for watching the video, and we'll meet you with the next video. Bye then, take care and goodbye.